നമ്മുടെ നാട്ടിൽ ഏറെ വിവാദമുണ്ടാക്കിയ നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്ക് ഏതാണ്ട് 7.5 വർഷത്തിന് ശേഷം ജാമ്യം ലഭിച്ചു. ഒരു സംശയം കൂടെ ഉള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ശിക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ്. എന്താ ചേട്ടന് തോന്നുന്നത്? അല്ല, പൾസർ സുനിയുടെ കാര്യം ആദ്യം പറയാം. കാരണം പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ ഉമാ തോമസ് പറയുന്നത് കേട്ടോ, സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ വാദിക്കാത്തത് കൊണ്ടാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് എന്നാണ് ഉമാ തോമസിൻ്റെ ആക്ഷേപം. ഉമ അത് പറയാൻ കാരണം, ഈ കേസ് ആദ്യം അറിയുന്ന ആൾ, ഈ സംഭവം പി ടി തോമസാണ്. പി ടി തോമസ് കൂടെ ആദ്യം അറിയുന്ന ആളുകളിൽ ഒരാൾ. പി ടി തോമസിൻ്റെ കൂടെ ഇടപെടൽ വഴിയാണ് ഇത് പുറത്തേക്ക് വരുന്നത്, ഈ നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വീഴ്ച കൊണ്ട് ഇപ്പോൾ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ് പിണറായിയുടെ നെഞ്ചത്തോട്ട് കയറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, യോജിപ്പില്ല. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ കുറേ കാലമായി എടുക്കുന്ന നിലപാടുണ്ട്, ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. എല്ലാവർക്കും ജാമ്യത്തിന് അവകാശമുണ്ട്. ജയിലിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, വിചാരണയ്ക്ക് മുമ്പ്. അപ്പോൾ പരമാവധി എങ്ങനെ ജാമ്യം കൊടുക്കാം എന്നാണ്, അല്ലാതെ എങ്ങനെ ജാമ്യം കൊടുക്കാതിരിക്കാം എന്നല്ല നോക്കേണ്ടതെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു DY ചന്ദ്രചൂഡിൻ്റെ കാലത്ത് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇവോൾവ് ചെയ്തു വരുന്ന ഒരു പുതിയ പ്രവണതയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പിതൃത്വമൊക്കെ കൃഷ്ണയ്യർക്കാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കാലത്താണ് പരമാവധി ആളുകൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കലല്ല വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു വിധിയൊക്കെ ഉണ്ട്. അദ്ദേഹം വലിയ ഒരു ജയിൽ റിഫോർമേഷനൊക്കെ കൊണ്ടുവന്ന ആളാണ്. കേരളത്തിൽ ജയിൽ മന്ത്രിയായിരുന്ന ആളാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരിക്കെ DK ബസുവിൻ്റെ കേസിലൊക്കെ എങ്ങനെ അറസ്റ്റ്, മറ്റ് ജയിലിൽ ഉള്ള പ്രതികളുടെ അവസ്ഥ, ഇതൊക്കെ എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് വളരെ സുപ്രധാനമായ DK ബസു എന്നുള്ള സുപ്രധാനമായ കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം ഇതൊന്നും അദ്ദേഹത്തിൻ്റെ പേരൊന്നും കോട്ട് ചെയ്യാതെ തന്നെ വളരെ ലിബറലായിട്ട് പ്രതികൾക്ക് ജാമ്യം കൊടുക്കേണ്ടതാണ് പ്രധാനപ്പെട്ട പേഴ്സണൽ ലിബർട്ടി, ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട. കാരണം പ്രതി ആയിട്ട് ആരോപിക്കപ്പെടുന്ന ആൾ, കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ മാത്രമാണ്, കുറ്റവാളിയല്ല. അതുകൊണ്ട് കുറ്റവാളിയായി കണ്ടെത്തിക്കഴിഞ്ഞാലാണ് ജയിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത്തരം ഇളവ് വേണമെന്നുള്ള നയം സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 7.5 വർഷമായി ജയിലിൽ കിടക്കുന്ന പൾസർ സുനിക്ക് ഈ കേസിൻ്റെ വിചാരണ ഏതാണ്ടൊക്കെ അവസാന ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കും. വിചാരണ പ്രൊലോങ്ഡായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. അത് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ പറഞ്ഞു, ഇപ്പോൾ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്, അദ്ദേഹം ആണ് ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ബൈജു പൗലോസും ദിലീപും തമ്മിൽ എന്തൊക്കെയോ വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്നൊക്കെ വേറൊരു നറേറ്റീവ് ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വളരെ വിചിത്രമാണ്. ഫെബ്രുവരി 15 മുതൽ സെപ്റ്റംബർ 10 വരെയാണ്, അതായത് 87 ദിവസമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തത്. മറ്റ് 2 പേരെ 15-20 ദിവസമൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട്. പ്രതിഭാഗത്ത് നിന്ന് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചേ പറ്റുള്ളൂ. പക്ഷേ 87 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസത്തിന് 3 ദിവസം മാത്രം കുറവാണ്. ഒരു വലിയ കാലയളവിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന, അത് DYSP ആണ്. അദ്ദേഹത്തെ കൂട്ടിൽ കയറ്റി നിർത്തി നിരന്തരം ചോദ്യം ചെയ്തു, മൊഴിയെടുത്തു. അപ്പോൾ അതൊരു ശരിയായ നടപടിയല്ല. അത് മാത്രം, അദ്ദേഹത്തിൻ്റെ മൊഴികൾ തന്നെ 1800ഓളം പേജുകളുണ്ട്. മൊഴികൾ മാത്രം ചോദ്യം ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് എന്ന് വേണം പറയാം. കോടതിയിൽ വിചാരണ സമയത്തുണ്ടാകുന്ന നടപടിയാണ്. പക്ഷേ 1800 പേജോളം വരുന്ന 87 ദിവസത്തെ ഈ എക്സാമിനേഷൻ ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു സംശയം കോടതിയും ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. കാരണം അതിന് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിയമ നടപടികൾ പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അത് ദിലീപിൻ്റെ അഭിഭാഷകർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഡിഫൻസ് വക്കീലെന്ന നിലയിൽ അവർക്ക് ആ കേസ് ജയിക്കാൻ പറ്റുന്ന എല്ലാ സ്ട്രാറ്റജിയും അവരെടുക്കും. അതിനാണല്ലോ വക്കീലിനെ വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേസ് പ്രൊലോങ് ചെയ്യാൻ ദിലീപിൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടായി എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ അഭിഭാഷകർക്ക് പറയാനുള്ള, എൻ്റെ കക്ഷിക്ക് നീതി കിട്ടണം, നീതി കിട്ടാൻ വേണ്ടി പരമാവധി കാര്യങ്ങൾ ഇവരിൽ നിന്ന് അണർത്ത് ചെയ്യാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതിലിപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസം പോരാതെ വരാം. കാരണം ഇത് വളരെ സങ്കീർണമായൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സമയമെടുത്തു എന്ന് പറയാമെങ്കിലും ഇത് തുടക്കം മുതൽ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം കേസുകളാണ്. ഇത് കേസിൻ്റെ പിന്നാലെ നൂലാമാലകൾ പോലെ നിരന്തരം ഒരുപാട് കാര്യങ്ങളുണ്ടാകുന്നു. ഈ കുറ്റാരോപിതനായ നടൻ ദിലീപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇടപെടൽ കൂടാതെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള നല്ല പങ്ക് ഈര എന്ന് പറയുന്ന
നടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അവരും ഒരുപാട് പരാതി, ജഡ്ജിയെ മാറ്റണം, അത് ഇത് മറ്റത് പറഞ്ഞ് ഒരുപാട് കേസുകൾ കൊടുത്തു. അപ്പോൾ രണ്ട് കൂട്ടരും കേസ് പരമാവധി നീട്ടാനാണ് ശ്രമിച്ചത്. പിന്നെ ഈ ഇരയുടെ ഭാഗത്തു നിന്ന് ഇത്തരം കേസുകൾ കൊടുത്തതിന് വേണമെങ്കിൽ ഒരു സാങ്കത്യം പറയാം. കോടതികളുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകളുണ്ട്. ഒന്ന്, കോടതി രഹസ്യമായി സൂക്ഷിക്കേണ്ടിയിരുന്ന ഈ മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് അടക്കമുള്ളത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ചില നടപടികൾ കോടതിയിൽ നിന്നും ഉണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ഈ കേസിൽ ഒരു കുഴപ്പം മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ ഇപ്പോൾ ജയിലിലേക്ക് വന്നു. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സുപ്രീം കോടതിയുടെ പുതിയ കാഴ്ചപ്പാട് പരമാവധി ആളുകൾക്ക് ജാമ്യം കൊടുക്കുക എന്നുള്ളത്, 7.5 വർഷം ജയിലിൽ കിടന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജാമ്യം കിട്ടാൻ, ഈ കാഴ്ചപ്പാടനുസരിച്ച് ജാമ്യം കിട്ടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ട്രയൽ എന്ന് തീരും, എന്ന് ശിക്ഷ വിധിക്കുമെന്ന് അറിയാനും വയ്യ. അതുകൊണ്ട് ട്രയൽ പരമാവധി, വിചാരണ പരമാവധി വേഗത്തിൽ നീക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം, അനിവാര്യമായ കാര്യം. കാരണം ഇത്ര 7-8 വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. ദിലീപിനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിലും ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായി. സെറ്റ് ബാക്സ് ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമകൾ പലതും നഷ്ടപ്പെട്ടു, സിനിമ വിജയിക്കാതെയായി, ഫാമിലി ഓഡിയൻസിനെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തീക്ഷ്ണമായ, തിക്തമായ അനുഭവങ്ങളിലൂടെയാണ് ദിലീപും കടന്നു പോകുന്നത്. കരിയറിലും ഒരുപാട് വ്യത്യാസം വന്നു. അപ്പോൾ ഇത് കാണണം, ഈ ഇരയായപ്പെട്ട നടിക്ക് ഉണ്ടായ അവഹേളനം, അപമാനം അവിടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ അവർ പക്ഷേ ഇപ്പോഴും കരിയറിൽ ആക്റ്റീവാണ്, ലൈം ലൈറ്റിലുണ്ട്. പക്ഷെ അവർക്കുണ്ടായ സ്ത്രീത്വത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം, അതിക്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ്. അതിനുള്ള പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്ന ഉത്തരം പറഞ്ഞാൽ അത് അപ്രിയമായ ഒരു ഉത്തരമായിരിക്കും. ഞാൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കൊരു കോമൺ മാൻ്റെ, ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. മലയാള സിനിമയിലെ മുടിചൂടാമന്നനായിരുന്നു ദിലീപ്, അല്ലേ? മലയാള സിനിമ നിർമ്മാണം, വിതരണം, തിയേറ്റർ, അഭിനയം, നടന്മാരുടെ സംഘടന, ഇതെല്ലാം സ്വന്തം കൈപ്പിടിയിലിട്ട് മലയാള സിനിമയെ എല്ലാ തരത്തിലും നിയന്ത്രിച്ച മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ ദിലീപിൻ്റെ കൈപ്പിടിയിലല്ല, പോക്കറ്റിലായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ തൻ്റെ എല്ലാ കരിയർ നശിപ്പിക്കുന്ന തരത്തിലേക്ക്, ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് വിശ്വസിക്കാൻ ഒരു സാമാന്യ ബുദ്ധിക്ക്, ഒരു കോമൺ സെൻസ് വെച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്. ദിലീപ് ഒരു പക്ഷേ പൾസർ സുനിയോട് ഒരു പക്ഷേ എന്തെങ്കിലും ഈ പറഞ്ഞ നടിയോടുള്ള തൻ്റെ അഹിതം പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ, അവൾക്കൊരു പണി കൊടുക്കണം എന്ന് ദിലീപ് പറഞ്ഞു അത്രേ. എന്തു പണിയെന്നും പറഞ്ഞിട്ടില്ല, ഒരു പണി അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാണ് ഒരു കഥ. അത് വെച്ചിട്ട് ഈ പൾസർ സുനി എന്ന് പറയുന്ന ആൾ കിട്ടിയ ഒരു അവസരത്തിൽ അവൻ്റെ വ്യക്തിപരമായ മറ്റ് താല്പര്യങ്ങളും ലൈംഗിക താല്പര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ട് ദിലീപിനോട് ദിലീപേട്ടൻ പറഞ്ഞത് ഞാൻ ചെയ്തു, എന്ത് തരത്തിലാക്കിയതാണ് എന്നൊരു വെർഷനുണ്ട്. അത് ദിലീപിൻ്റെ കൊട്ടേഷൻ ആണെന്നങ്ങ് വരുത്തി തീർത്തു. കാരണം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടാ, ദിലീപേട്ടാ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പണി എന്ന് പറഞ്ഞു. അതിന് ശേഷം എന്നിട്ട് പിന്നീട് ഈ പറഞ്ഞതുപോലെ ദിലീപിൻ്റെ അടുത്ത് നിന്ന് കുറേ പണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. ദിലീപ് ഇത് ഡിസോൺ ചെയ്തു. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനൊന്നും പണം തരാൻ എനിക്ക് പറ്റില്ല, ഇതൊക്കെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ദിലീപ് ഇവന് പണം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു എന്നും, അതുകൊണ്ട് ഈ സാധനം പുറത്തേക്ക് വന്നു, പരാതി വന്നു, ദിലീപിനെ കൊടുക്കുന്ന തരത്തിലേക്ക് പൾസർ സുനി മാറി എന്നൊക്കെ ഒരു വെർഷനുണ്ട്. എൻ്റെ കഥയല്ല, എന്നൊരു കഥ ഉണ്ട്. അപ്പോൾ ദിലീപിനെ പൂട്ടാൻ കിട്ടുന്ന ഒരു അവസരം, മലയാള സിനിമ മൊത്തം കൈപ്പിടിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു വൻമരം, അതിനെ വീഴ്ത്താൻ കിട്ടിയ ഒരു അവസരം എന്നതിൽ വേറെ ചില ആളുകൾ ഈ അവസരം വിനിയോഗിച്ചു. ഒരുപാട് അസൂയക്കാരുണ്ടായിരുന്നു. കാരണം ദിലീപിൻ്റെ ഒരേക ഛത്രാധിപതിയായിട്ട് ഡിസ്ട്രിബ്യൂഷൻ, നിർമ്മാണം, തിയേറ്റർ, എല്ലാ മേഖലയിലും തിയേറ്റർ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി ചാലക്കുടിയിൽ ഡി സിനിമാസ് എന്ന് പറഞ്ഞ് ഒരു തിയേറ്റർ ദിലീപ് തുടങ്ങി. അങ്ങനെ സിനിമാ രംഗത്തുള്ള എല്ലാ സംഘടനകളുടെയും അധികാരം തൻ്റെ കയ്യിലേക്ക് എടുത്തിട്ട് ഒരു മാഫിയയെ പോലെ ഒരു മൊണോപ്പൊളി എടുത്ത് ദിലീപ് പ്രവർത്തിച്ചത് മറ്റു മാഫിയകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് സത്യം. മറ്റു മാഫിയകൾക്ക് ദിലീപിനെ തകർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. ദിലീപിൻ്റെ ഈ അപ്രമാദിത്വം അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്ന ഒരുപാട് പേരാണ്. ഒന്ന് ചാഞ്ഞിരിക്കുമ്പോൾ ഓടിക്കയറാൻ ഒരുപാട് പേര് കാണുമല്ലോ. അപ്പം മാത്രമല്ല, അതിനകത്ത് കുറച്ച് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്,
മറ്റ് ചില താല്പര്യം. ദിലീപിനെ സംബന്ധിച്ച് ഒരിക്കലും ദിലീപ് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് ഒരിടത്തും ഒരാളും ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ദിലീപിൻ്റെ സിനിമകളെക്കുറിച്ച് അത് രണ്ട് ക്ലീൻ സിനിമകൾ, ഫാമിലി സിനിമകൾ ചെയ്യുന്ന ആളായിരുന്നു ദിലീപ്. അതൊന്ന്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഒരു സെക്കുലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാവർക്കും അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ പോലും ദിലീപിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നും കൂടിയായിരുന്നു നമ്മൾ ആലോചിക്കണം. അതെ. ഞാൻ ഇതിനിടയ്ക്ക് ആൾക്ക് വേണേൽ പറയാം, ഇതിനിടയ്ക്ക് ഒരു വർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിച്ചു എന്ന് ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ, എനിക്ക് ഒരു കൂസലുമില്ല. ദിലീപ് എന്ന് പറയുന്ന ഒരു ഹിന്ദു മലയാള സിനിമയെ കൈപ്പിടിയിലാക്കി നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നതിൽ താല്പര്യമില്ലാതിരുന്ന ഒരുപാട് അഹിന്ദുക്കളായ ആളുകളുടെ താല്പര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ സംഘത്തിനൊപ്പം ഈ പറഞ്ഞ പോലെ മദ്യം, മയക്കുമരുന്നും മാഫിയകളുടെ ഒരു താല്പര്യം കൂടെ വന്നപ്പോഴത്തേക്ക് ദിലീപ് വീഴേണ്ടത് കുറേ പേരുടെ ആവശ്യമായിരുന്നു. പിന്നെ ദിലീപിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ വേറെയുണ്ട്. അതായത് മമ്മൂട്ടി, മോഹൻലാലിൻ്റെ സിനിമകളെ പോലും ദിലീപിൻ്റെ ഫാൻസുകാർ പോയി കൂവി തോപ്പിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനാശാസ്യമായ ഒരുപാട് കാര്യങ്ങൾ ദിലീപിൻ്റെ അറിവോടെയോ അല്ലാതെയോ ഈ ഫാൻസ് എന്ന് പറയുന്ന വെട്ടുകിളിക്കൂട്ടം ചെയ്തിട്ടുണ്ട്. എത്രയോ സിനിമകൾ, മമ്മൂട്ടി സിനിമ തുടങ്ങുമ്പോൾ പോയിരുന്നു കൂവുക, മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ പോയിരുന്നു കൂവുക, അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. പിന്നെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന പ്രതിസന്ധിയിലായ ഘട്ടത്തിലൊക്കെ ദിലീപ് വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഒരു തർക്കമില്ലാത്ത കാര്യം. ഒരു 2020 എന്ന് പറയുന്ന സിനിമയൊക്കെ നിർമ്മിച്ച് അമ്മയുടെ പ്രതിസന്ധി ഘട്ടത്തിലാണ് സിനിമയൊക്കെ നിർമ്മിക്കുന്നത്. അപ്പം മലയാള സിനിമയെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിനകത്ത് എല്ലാ സിനിമയുടെ സർവ്വ അധികാരങ്ങളും തൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങി അതിന് തൻ്റെ ഇച്ഛക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റിയതിൻ്റെ ഒരു പകവീട്ടൽ കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ദിലീപ് മലയാള സിനിമയിൽ നിന്ന് പോയതിന് ശേഷം നമ്മുടെ സിനിമയ്ക്ക് വന്നൊരു കെമിസ്ട്രിയിലൊരു മാറ്റമുണ്ട്. ദിലീപിൻ്റെ സിനിമകൾ ഒരു ക്ലീൻ ഫാമിലി സിനിമകളൊക്കെ പോയതിന് ശേഷം നമ്മുടെ സിനിമയിൽ അനാർക്കിസം, അതിലൈംഗികത, മദ്യപാനം, മയക്കുമരുന്ന് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സിനിമകളുടെ ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ പാടില്ല. അത് ദിലീപ് ഉണ്ടായിരുന്നപ്പോൾ ദിലീപ് ഒരു തടയണ പോലെ ഇതിനെ പ്രതിരോധിച്ചിരുന്നു. പിന്നെ ഒരുപാട് പുതിയ നിർമ്മാതാക്കൾ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ല നിർമ്മാതാക്കൾ വരുന്നു, സംവിധായകർ വരുന്നു, പുതിയ ഒരു താര പ്രവാഹം തന്നെ ഉണ്ടാകുന്നു. ഒരു സംഘം ആളുകൾ വന്ന് മലയാള സിനിമയെ അങ്ങ് പിടിച്ചോണ്ട് പോവുക. സിനിമ മുഴുവൻ ഇവരുടെ ഒരു കൈപ്പിടിയിലാവുന്ന അവസ്ഥ. ഒരുപാട് പേർക്ക് ദിലീപ് അവസരവും കൊടുത്തു. ഈ മിമിക്രിയുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഇന്ന് എവിടെയാ? അവരൊന്നും സിനിമയിൽ ദിലീപിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു. ഒരുപാട് പേർ ഒരുപാട് കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് സ്റ്റേജ് ഷോകളൊക്കെ ചെയ്തു വന്ന ഒരുപാട് ആളുകൾ ഈ ദിലീപിൻ്റെ സിനിമകളിലൂടെ വന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പുതിയ സംവിധായകർ, പുതിയ ലോബി മലയാള സിനിമയിൽ വന്നതോടെ ദിലീപുമായി ബന്ധമുണ്ടായിരുന്ന ഒരു സംഘം ആളുകളെ കട്ട് ചെയ്തങ്ങ് പോയി. നോക്കൂ, ദിലീപിനെ ഒരു ഘട്ടത്തിൽ ദിലീപിനെ സഹായിച്ച ആളായിരുന്നു സിദ്ദിഖ്. സിദ്ദിഖിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? സിദ്ദിഖിന് നമ്മൾ ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുകയല്ല. ദിലീപിന് അനുകൂലമായി നിന്ന ആളുകൾക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം മലയാള സിനിമ പിടിച്ചെടുക്കുക ദിലീപ് എന്നുള്ളത് ചിലരുടെ അജണ്ടയായിരുന്നു. അതിന് തടസ്സം ദിലീപായിരുന്നു. ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് കിട്ടിയപ്പോൾ അത് ദിലീപിനെ വെട്ടി നിരത്തി അത് ക്ലീനായി സിനിമയെ കൊണ്ടുപോയി. ഇപ്പോൾ പുതിയൊരു സംഘടന ഉണ്ടാകാൻ പോവുക മലയാള സിനിമയിൽ. കേട്ടു. അതിനകത്ത് അംഗങ്ങളെയും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ മലയാളം ഡയറക്ടേഴ്സ് ആൻഡ് മലയാളം ആക്ടേഴ്സ് എന്ന് പേരിട്ടാൽ അതിൻ്റെ MDMA എന്ന് ചുരുക്കപ്പേര് കിട്ടുമായിരുന്നു. ആ സംഘടനയുടെ പേര് മലയാളം ഡയറക്ടേഴ്സ് ആൻഡ് മലയാളം ആക്ടേഴ്സ്. കഴിഞ്ഞ ദിവസം പറയുന്നിട്ട് ഒരു ചാനലേ അവരുടെ ഒരു ചെറിയ പോസ്റ്റ് കൊടുത്തപ്പോഴേ അതിനകത്തൊരു പുക നിറഞ്ഞു നിൽക്കുന്നു. എന്താ പുക മാത്രമല്ല, അയ്യോ അതിനകത്തൊരു ചെടി കിളുത്തു വരുന്ന പടം ഉണ്ടായിരുന്നു, കഞ്ചാവിൻ്റെ ചെടി പോലെ. അതിൻ്റെ പോസ്റ്റർ ഞാൻ നമ്മുടെ ഇതിനകത്ത് ഇടാം. അതിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ടുള്ള ഈ സംഘടന പ്രഖ്യാപനം എന്നും പറഞ്ഞൊരു ചെടി കിളുത്തു വരുന്നു. ആ ചെടി കണ്ടപ്പോൾ എനിക്ക് ഇടുക്കി ഗോൾഡിലെ ചെടിയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഏതായാലും മലയാള സിനിമയുടെ പോക്ക് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ദിലീപിൻ്റെ വിഷയത്തിലേക്ക് വരാം, നമ്മൾ വഴിമാറിപ്പോയി. ഏതായാലും ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് ദിലീപിനെ ഇതിനകത്ത് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും നിലവിൽ ലഭിച്ചതായി പറയപ്പെടുന്നില്ല. ദിലീപ് ഇയാൾ ഉണ്ടായിരുന്ന ഹോട്ടലിൻ്റെ 4 കിലോമീറ്റർ അപ്പുറം ദിലീപ് ഉണ്ടായിരുന്നു ടവർ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നതല്ലാതെ ഈ ബാലചന്ദ്രനൊക്കെ വന്ന് പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റിൽ അവളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു, അതൊക്കെ പറയുന്ന ഒരു പ്രത്യേക വൈകാരിക മൊമെൻറ്റിൽ പറയുന്ന കാര്യമൊന്നും ഒരു കുറ്റകൃത്യം ചെയ്തു എന്നതിലേക്ക് തെളിയിക്കപ്പെടാൻ പറ്റില്ല. ദിലീപിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുത്തു എന്നതിന് നിലവിൽ ഒരു തെളിവില്ല, സാക്ഷിയില്ല. ദിലീപിന് പകയുണ്ടായിരുന്നു ഈ നടിയോട് എന്ന് പറയാം, പകയുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇത്തരം ഒരു കൃത്യം ചെയ്യിച്ചു എന്നതിലേക്ക് എത്താൻ പൾസർ സുനിയുടെ ഭാഗത്തുനിന്ന് പോലും ദിലീപ് ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞതോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ച് പറഞ്ഞതോ
ആയ ഫോൺ റെക്കോർഡ്സോ ഡോക്യുമെൻസോ ഒന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ്. എന്നാൽ ഈ പബ്ലിക് ഡൊമൈനിൽ വരാത്തതാണെന്ന് അറിയില്ല. പക്ഷേ ഈ പൾസർ സുനി ഇങ്ങനെ ദിലീപ് പറഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയല്ലേ, അതൊരു പണം തട്ടാനുള്ള തന്ത്രമാണ്. കാരണം അയാൾ ഇത് ചെയ്തു. അയാൾക്ക് ഈ നടിയെ ഉപദ്രവിക്കണമായിരുന്നു, അത് അയാളുടെ ലക്ഷ്യമായിരുന്നു, അയാളുടെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. അത് ദിലീപിൻ്റെ തലയ്ക്ക് വെച്ച് ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തു, എനിക്ക് കാശുതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ദിലീപ് എന്തുകൊണ്ട് ആലോചിക്കണം. ദിലീപ് ആണ് ചെയ്യിച്ചതെങ്കിൽ, ദിലീപ് ഈ ഇത്രയും ഗ്രേവായിട്ടുള്ളൊരു ഒഫൻസ് നടക്കുമ്പോൾ അത് ഈ പറയുന്ന പൾസർ സുനിയെ സ്വാധീനിക്കാൻ വേണ്ടി പണം കൊടുത്ത് സെറ്റിൽ ചെയ്യത്തില്ലേ? സെറ്റിൽ ചെയ്യും. കൈ പൈസ ഉണ്ടായിരുന്നു, ഈ പൈസ ഉണ്ട്, നീ എൻ്റെ പേരത്ത് പറയല്ലേ, എൻ്റെ പൊന്നി അങ്ങാതി ചതിക്കല്ലെന്ന് പറഞ്ഞ് ഇവന് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കും, ഇവനത് കേൾക്കുമായിരുന്നു. അതെ. പക്ഷേ എന്തുകൊണ്ട് ദിലീപ് പണം കൊടുത്തില്ല? ഇവൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് ദിലീപ് നിന്നു കൊടുത്തില്ല എന്ന് വിശ്വസിക്കുന്നതല്ലേ കുറച്ചുകൂടെ എളുപ്പം? അതെ, അതൊരു വലിയ പോയിന്റ്, വലിയൊരു പോയിന്റാണ്. നേരിട്ട് ദിലീപിനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ല. പൾസർ സുനി എന്ന് പറയുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അയാൾ കുറ്റവാളിയാണ്, ഗൂണ്ടയാണ്. ഇയാളുടെ മാത്രം മൊഴി വിശ്വസിച്ച് എങ്ങനെ ദിലീപിനെ ഒരു കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയും എന്നത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ സംശയമാണ്. നേരിട്ട് ദിലീപ് ഇവരെ വിളിച്ചു പറഞ്ഞതിൻ്റെ രേഖകളുണ്ടാവണം, തെളിവുണ്ടാവണം, സാക്ഷി ഉണ്ടാവണം, അതിനുശേഷം ഇവനെ സഹായിച്ചതിന് തെളിവുണ്ടാവണം. അതൊന്നുമില്ല. ഇയാളെ ഒന്ന് ഒളിപ്പിക്കാൻ പോലും രക്ഷപ്പെടുത്താൻ പോലും ദിലീപ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത്തരം വസ്തുക്കൾ നിൽക്കെ ദിലീപ് ഈ കേസിൽ എങ്ങനെ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് എൻ്റെ സംശയമാണ്. എനിക്ക് സംശയമുണ്ട് ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്നുള്ളത്. കാരണം നിയമത്തിൽ ഡോക്യുമെൻറ്റ്സും തെളിവുകളും നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ആളുകൾ ഇവിടെ വെള്ളം വെച്ചിട്ട് മാധ്യമങ്ങൾ ഒരു സെൻസേഷണൽ ഒരു വാർത്ത കിട്ടിയപ്പോൾ ഇങ്ങനെ അടിച്ച് കയറ്റി മൂപ്പിച്ച് ദിലീപിനെതിരെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് പറയാം, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് പോലും ദിലീപിൻ്റെ സിനിമ കാണാൻ ഇഷ്ടമല്ല. ഒരു കാലത്ത് ദിലീപിൻ്റെ സിനിമകൾ കാണാൻ ഇഷ്ടമായിരുന്നു. അതെ, ഫാമിലി ഓഡിയൻസിന് മുഴുവൻ ദിലീപിൻ്റെ ചിത്രങ്ങളാണ് ഇഷ്ടം. ഇപ്പം ദിലീപിൻ്റെ ചിത്രം ഇഷ്ടമല്ല. കാരണം ആ ഒരു നറേറ്റീവ് ഉണ്ടാക്കി. ദിലീപ് ഇങ്ങനെ ഒരു നടിയെ, സഹപ്രവർത്തകയായ നടിയെ ആളെ വിട്ട് ബലാത്സംഗം ചെയ്യിച്ചു, അല്ല റേപ്പ് ചെയ്യിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സ്ത്രീകൾക്ക് കഴിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു പരമവിഡ്ഢിക്ക് പോലും കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ കുറേ ബുദ്ധി വേണ്ടേ? അങ്ങനെയുള്ള ഒരാൾ ഇത്തരം മണ്ടത്തരം ചെയ്യാനുള്ള ഒരു സാധ്യതയും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഞാൻ ദിലീപ് ഈ കുറ്റകൃത്യം ചെയ്യിച്ചു എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പം ബാക്കി കോടതി തീരുമാനിക്കട്ടെ. ഇത് കോടതിയുടെ മുമ്പായുള്ള കാര്യമാണ്. ഏതായാലും പൾസർ സുനി പുറത്തു വരുന്നു. പൾസർ സുനിക്ക് നല്ല കടുത്ത ജാമ്യാവസ്ഥകളൊക്കെ കൊടുക്കുമായിരിക്കും. ആക്രമിക്കപ്പെട്ട നടിക്ക് വേണമെങ്കിൽ സർക്കാർ ഒരു സുരക്ഷയൊക്കെ കൊടുക്കേണ്ടതാണ്. പിന്നെ പൾസർ സുനിക്ക് ജാമ്യം കിട്ടി എന്നതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നതും വെറും ബോഷ്കാണ്. കോടതിയുടെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, കോടതികളുടെ നിലപാടുകൾ മാറ്റുകയാണ്. പരമാവധി ആളുകൾക്ക് ജാമ്യം കൊടുക്കുക എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ലീഗൽ സിസ്റ്റം. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നെഞ്ചത്തോട്ടും കയറണ്ട, ദിലീപിൻ്റെ നെഞ്ചത്തോട്ടും കയറണ്ട. ദിലീപിനെ കോടതി വിചാരണ നടത്തി ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ ദിലീപിൻ്റെ വക്കാലത്തുമല്ല, നമുക്കൊരു സാമാന്യ ബുദ്ധിക്ക് നമ്മുടെ ഒരു വിസ്ഡം വെച്ച് ആലോചിക്കുമ്പോൾ തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ABC ദിലീപിനെ വെള്ളം പൂശി എന്ന് ആർക്കെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് ശാന്തമായി പക്ഷപാതിത്വമില്ലാതെ ആലോചിച്ചാൽ നിങ്ങൾക്ക് തോന്നും. ശരിയാണോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നിലപാട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.